ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, ഓക്കെ നിൻ്റെ കയറി സാരി നിൻ്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറയുവാണ്. അങ്ങനെ ഒരു സാധനങ്ങൾ എടുത്തു വെക്കണം. അപ്പോൾ പട്ട് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു തുണി മൂടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വേറൊന്നുമല്ല നമ്മുടെ കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹം കേട്ടോ. അപ്പോൾ അതങ്ങനെ വെക്കുവാണ്. അതിനുശേഷം നമ്മുടെ ബാഗിൽ ഇനി വേറെ എന്തൊക്കെയുണ്ടെന്ന് മനോരമ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി തപ്പുമ്പോൾ ഒരു സാധനം പെട്ടെന്ന് കയ്യിൽ തടഞ്ഞു നിൽക്കുവാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, കിട്ടി കിട്ടി, അവർക്ക് സാധനം കിട്ടി, എടുക്ക് തൊണ്ടി മുതൽ എടുക്ക് എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് ശ്രുതി കൈയിട്ട് അത് എടുക്കുമ്പോഴേക്കും അതൊരു താക്കോലാണ്. അപ്പോൾ ശ്രുതി ആലോചിക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അശ്വിൻ അമ്പലത്തിൽ പോയ സമയത്ത് അമ്പലത്തിൽ വെച്ചിട്ട് അശ്വിൻ പോക്കറ്റിൽ നിന്ന് എടുത്ത സമയത്ത് ആ താക്കോലിൽ നിന്ന് എടുത്ത് വിടില്ല, ആ ഒരു താക്കോലാട്ടോ. അത് ശ്രുതി അവിടെ വെക്കുവാണ്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ടെന്ന് മനോരമ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടഞ്ഞു കാണിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നീ ഞങ്ങളോട് ക്ഷമിക്കണം, നിന്നെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയണോ. അതൊന്നും സാരില്ല അഞ്ജലി മേഡം, മനോരമ മേഡത്തിന് എന്നിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായി, അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, എന്നാലും ആ നെക്ലസ് എവിടെ പോയി, അത് നടന്നു പോകാൻ ഒരു വഴിയില്ല, ഇനി ഇവളെങ്ങാനും വേറെ എവിടെയെങ്കിലും എടുത്ത് മാറ്റിയോ എന്ന രീതിയിൽ മനോരമ നമ്മുടെ ശ്രുതിനെ നോക്കുവാണ്. ആ സമയത്ത് അവിടെ രാമേട്ടൻ വരുന്നുണ്ട്. അഞ്ജലി കുഞ്ഞിൻ്റെ നെക്ലസ് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുവാട്ട് നെക്ലസ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, അയ്യോ രാമേട്ട, അപ്പോൾ നിങ്ങളാണല്ലേ നെക്ലസ് എടുത്തത് എന്ന് പറയുമ്പോഴേക്കും രാമേട്ട നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മനോരമ നീ വെറുതെ ഇരിക്കും, രാമ നിങ്ങൾക്ക് ഈ നെക്ലസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് സോഫയുടെ അടിയിൽ ഒരു തിളക്കമുള്ള എന്തോ കിടക്കണത് പോലെ കണ്ടു, ഞാൻ വെച്ച് വരെ വർണ്ണക്കടലാസ് ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് മാല, അഞ്ജലി മോളുടെ മാലയാണെന്ന് അറിയായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നതാണ് എന്ന് പറയുവാണ്. എന്നാലും ഈ മാല എങ്ങനെ സോഫയുടെ അടിയിൽ വന്നു എന്നിങ്ങനെ മനോരമ ചോദിക്കുകയാണ്. അതാരെങ്കിലും മനഃപൂർവ്വം തൊണ്ടി മുതൽ ഒളിപ്പിച്ചതാണോ എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും അല്ല മുത്തശ്ശി, ഞാൻ മുകളിൽ നിന്നിട്ട് മാല എടുക്കുന്ന സമയത്താണ് മുത്തശ്ശി നിലത്തന്നെ വിളിച്ചത്, ആ സമയത്ത് ഞാൻ ഓടി വന്ന സമയത്ത് എൻ്റെ സാരിയിലെങ്ങാനും കുടുങ്ങിയതായിരിക്കും ഈ മാല, അങ്ങനെയായിരിക്കും നിലത്ത് വീണിട്ടുണ്ടാവുക എന്ന് അഞ്ജലി പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമാട്ടോ, പോട്ട് ശ്രുതി മോളെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്, സാരില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്, എല്ലാവരും പൊയ്ക്കോ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ വിഷമത്തിൽ അടുക്കളയുടെ ഒരു മൂലക്ക് മാറി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. അഞ്ജലി വന്നിട്ട് ഒരു പാത്രത്തിൽ നിറയെ ജിലേബി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അങ്ങനെ ജിലേബി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശ്രുതിയുടെ കൈ കൊടുക്കുവാണ്. അത് എന്താ മേഡം ഇത് എന്ന് ചോദിക്കുമ്പോൾ, ഇത് ജിലേബി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്, നിൻ്റെ അമ്മായി പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലൊക്കെ നിനക്ക് ജിലേബി ഉണ്ടാക്കണമെന്ന്, ഇപ്പം നിനക്ക് ഒരുപാട് സങ്കടം വന്നിരിക്കുകയല്ലേ ശ്രുതി, അപ്പം നീ കുറച്ച് ജിലേബി ഉണ്ടാക്കിക്കോ എന്ന് പറയുവാണ്. ഇവിടെയോ? അത് ഇവിടെ തന്നെ, വേറെ എവിടെയാ എന്ന് പറയുമ്പോൾ ലാവണ്യ അവിടെ അടുത്തുണ്ട് കേട്ടോ. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, അതേ കാർട്ടൂൺ ബേബി നീ ജിലേബി ഉണ്ടാക്ക്, നിന്റെ സങ്കടങ്ങളൊക്കെ അങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഷോളൊക്കെ വലിച്ചു കെട്ടി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പുറത്തു പോയിട്ട് നമ്മുടെ അശ്വിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്ക് ഭയങ്കര വിഷമമായി പോയി, ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് മനോരമ ആൻറ്റി ഇന്ന് അവളെ കള്ളിയാക്കിയത്, അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നീയും അവളെ വളരെയധികം മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, അവൾ ചെയ്യാത്ത തെറ്റിനെയൊക്കെ നീയും അവളെ ഒരുപാട് വിമർശിക്കാറുണ്ട്, എനിക്ക് വല്ലാത്ത വിഷമമായി കുഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വിഷമിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യമോ കുഞ്ഞ, നിനക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് പറയുകയാണ്. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യമാണ് നടന്നത് എന്നൊക്കെ പറയുവാണ്. സ്പോട്ട് ചേച്ചി സാരമില്ല എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോരമയല്ല നമ്മുടെ ശ്രുതി ഇങ്ങനെ ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് ലാവണ്യ ചോദിക്കുന്നുണ്ട്, എല്ലാ കാർട്ടൂൺ ബേബി നിനക്ക് ജിലേബി ഉണ്ടാക്കാൻ കൃത്യമായിട്ട് ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്നെ ആരും പഠിപ്പിച്ചതല്ല മേഡം, ഇത് ഞാൻ പഠിച്ചതാണ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ്, പിന്നെ എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് അച്ഛന് കൊടുത്ത പലഹാരം എന്നറിയാവോ, ജിലേബി, അവരിതുവരെ ജീവിതത്തിൽ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല, അവരുടെ ജീവിതം വളരെ മധുരമായിട്ടും ലളിതമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതിന് കാരണമെല്ലാം ഈ ജിലേബി ആയിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഭർത്താവിന് ജിലേബി ഉണ്ടാക്കി കൊടുക്കും, മേഡം ഒരു കാര്യം ചെയ്യും, മേഡം അശ്വിൻ സാറിന് കല്യാണം കഴിയുമ്പോൾ ജിലേബി ഉണ്ടാക്കി കൊടുക്കുക. നോ വേ കാർട്ടൂൺ ബേബി, ഞങ്ങൾ അതിനെ കല്യാണം കഴിക്കുന്നില്ലല്ലോ, നമ്മൾ ലിവിങ് ടുഗെദർ അല്ലേ എന്ന് പറയുമ്പോൾ, മേഡം അത് ഇതുവരെ അത് വിട്ടില്ലേ, മേഡം കല്യാണം കഴിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും, മേഡത്തിന് ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, മേഡം നല്ല സുന്ദരിയാണ്, പക്ഷെ ഒരു 10 വർഷം കഴിയുമ്പോൾ മേഡം ഒന്ന് ആലോചിച്ച് നോക്കൂ,
മേഡം വയസ്സാവും, മേഡത്തിൻ്റെ മുഖമൊക്കെ ചുളുങ്ങും, മേഡത്തിൻ്റെ തലമുടിയൊക്കെ നരയ്ക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി ആലോചിക്കുകയാണ്, ഒരു 10 വർഷത്തിന് ശേഷം ശ്രുതിയല്ല നമ്മുടെ ലാവണ്യ ആലോചിക്കുകയാണ്, 10 വർഷത്തിന് ശേഷം ലാവണ്യ മുഖമൊക്കെ ചുളുങ്ങി മുടിയൊക്കെ നരച്ച് മുഖമൊക്കെ ഇങ്ങനെ ഇതാ വെച്ചിട്ട് കണ്ണാടയൊക്കെ വെച്ചിട്ട് ലാവണ്യ ഇങ്ങനെ ആലോചിക്കട്ടെ. ആ സമയത്ത് ലാവണ്യ അശ്വിനും വയസ്സായി. അപ്പം അശ്വിനോട് ചോദിക്കുവാണ്, ബേബി എൻ്റെ ഫേസ് ലിഫ്റ്റിംഗ് ക്രീം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ടേ, നോക്ക് ലാവണ്യ, നീ ഇനി ആ ക്രീമൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ മുഖമൊക്കെ ചുളുങ്ങി, നീ വയസ്സായി, ഇനി നീ ആ ക്രീം ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല നിൻ്റെ അടുത്ത് ആരാ അശ്വിൻ എന്ന് പറഞ്ഞിട്ട് കണ്ണട ശരിക്കും വെച്ച് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരി പെണ്ണാട്ടോ. ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടോ? അതെ, നീ വയസ്സായില്ലേ, എനിക്ക് നിന്നെ എന്തിനാ എന്നില്ല അശ്വിൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാട്ടോ. അശ്വിനും അല്ല ഗേൾ ഫ്രണ്ടും കൂടി പൊട്ടി ചിരിക്കുവാണ്. അത് കണ്ടിട്ട് നമ്മുടെ ലാവണ്യ നോ എന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. എന്താ മേഡം, എന്ത് സംഭവിച്ചു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അല്ല നീ പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ച് പോയതാ. ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കാൻ പാടില്ല എന്നാണെങ്കിൽ മേഡം കല്യാണം കഴിക്കണം, അശ്വിൻ സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെങ്ങനെയാണ്? അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി എന്തൊക്കെയോ ലാവണ്യയുടെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് ശ്രുതി ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം ഒത്തിരിയായി. അയ്യോ, സമയം ഇത്ര ആയല്ലോ, ഞാൻ വേഗം പോട്ടെ. അല്ല കാർട്ടൂൺ ബേബി, ഒത്തിരി പലഹാരങ്ങളില്ലേ, നീ നിൻ്റെ വീട്ടിലേക്ക് കുറച്ച് എടുത്തുകൊണ്ട് പോയിക്കോ. വേണ്ട മേഡം, ഇപ്പം തന്നെ വൈകി, നാളെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ ടാറ്റ പറഞ്ഞിട്ട് ലാവണ്യത്തെ ടാറ്റ പറഞ്ഞിട്ട് ശ്രുതി പോകുക കേട്ടോ. ശ്രുതി പോണ സമയത്ത് പെട്ടെന്ന് അശ്വിനും ശ്രുതിയും കൂടി തമ്മിൽ കൂട്ടിയിടിക്കുവാണ്. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ ഇങ്ങനെ പിടിക്കുവാണ്, ഇങ്ങനെ കവച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറച്ച് നേരം ഒരു പാട്ടോട് കൂടിയിട്ടാണ് ആ സീൻ കാണിക്കണത്. ശ്രുതിക്കും ചിരി വരുന്നുണ്ട്, അശ്വിനും ചിരി വരുന്നുണ്ട്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാണ്. പെട്ടെന്ന് ശ്രുതിയുടെ കമ്മൽ അശ്വിൻ്റെ കയ്യിൽ കുടുങ്ങുക കേട്ടോ. അശ്വിൻ ആ കമ്മലെടുത്ത് ശ്രുതിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ശ്രുതി നാണത്തോടു കൂടി ആ കമ്മൽ മേടിച്ച് ഓടിപ്പോവാണ്. അശ്വിൻ ചിരിക്കുവാണ്, പക്ഷെ അത് അശ്വിൻ്റെ സ്വപ്നമാട്ടോ. ശ്രുതി ശരിക്കും ആ കമ്മൽ താ എന്നാണ് പറയണത്. അശ്വിൻ ആ സമയത്ത് കമ്മൽ ശ്രുതിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി ആ കമ്മൽ അശ്വിൻ്റെ കൈകളിൽ നിന്ന് മേടിച്ചിട്ട് അശ്വിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അശ്വിനും നമ്മുടെ ശ്രുതിനെ നോക്കി ഇങ്ങനെ ചിരിക്കുവാട്ടോ. അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് പോകുവാണ്. പോയി കഴിയുമ്പോൾ അശ്വിൻ ശ്രുതിനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി തിരിച്ച് വീട്ടിലെത്തുവാട്ടോ. വീട്ടിലെത്തിയിട്ട് അശ്വിനെ കുറിച്ചുള്ള ആലോചനയിൽ തന്നെ ശ്രുതി ഇങ്ങനെ മുഴുകിയിരിക്കുവാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്യാമാണ് വാതിൽ തുറക്കണത്. ശ്യാം ശ്രുതിയുടെ മേത്ത് ഇങ്ങനെ കൈവെക്കുവാണ്. അതുപോലും ശ്രുതി അറിഞ്ഞേയില്ല കേട്ടോ. ശ്രുതി അശ്വിനെ കുറിച്ച് തന്നെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി എത്തിയോ? ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? അല്ല അശ്വിൻ സാറാമിൻ്റെ വീട്ടിൽ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിച്ചെന്നോ ശ്യാം സാർ ചോദിക്കണേ. അല്ല എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ കള്ളിയാക്കിയ ആ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം ഇങ്ങനെ ആലോചിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.